വേണോ? വേണം നബിയെ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്ക് തടസ്സമായി വഴിയിൽ കിടക്കുന്ന കല്ലുകൾ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പൊടിയെടുത്ത് നീ വെളിയിൽ കളഞ്ഞ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പള്ളിയിലെ മുഅദ്ദിനെടുക്കട്ടെ എന്നല്ല, നിന്റെ കണ്ണി കണ്ട നീ എടുത്തുകള. സഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം, നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവെ, സഹാബത്തിന്റെ എല്ലാവരും മിണ്ടായിരിക്കുക. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴി ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു പറയാൻ. നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. കുറച്ചുപേര് മിണ്ടാതിരുന്നു. കുറച്ച് സഹാബത്ത് പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നരകത്തിലേക്ക് എളുപ്പം പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാണെന്ന് വിചാരിച്ചോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് മദ്രസയിൽ വല്ലുഹായിക്ക് ഒരു ജുസുവൊക്കെ പോകട്ടെ, ആ വല്ലുഹായിക്ക് താഴെയുള്ള അല്ലെങ്കിൽ അലന്തറയ്ക്ക് താഴെയുള്ള ഒരു 10 സൂറത്തെങ്കിലും എല്ലാ മദ്രസകളിലും കാണാതെ പഠിപ്പിക്കുമല്ലോ, സമസ്തയിലൊക്കെ പഠിപ്പിക്കുമല്ലോ. എത്ര എണ്ണം മറന്നുപോയി സഹോദര? ഓർമ്മയുണ്ടോ? വീട്ടിൽ പോയിട്ട് പഠിക്കട ചങ്ങാതി. നരകത്തിലടാ. ഒരൊറ്റ സൂറത്ത് മറന്നുപോയി, ഒരു സൂറത്തല്ല ഒരായത്ത് നീ മറന്ന നരകത്തിലാ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ പടച്ച റബ്ബ് നിന്നെ സഹായിക്കണോ? അള്ളാഹുവിന്റെ സ്നേഹം നിനക്കും നിന്റെ കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും വേണോ? ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. തമാശയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മരണത്തെ കുറിച്ച് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്തിനാ സഹോദര വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരിക്കുമല്ലോ, ഉസ്താദന്മാര് ഒരുപാട് സൂറത്തുകൾ ഓതുമല്ലോ. പഠിച്ചവനെ, നീ എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ അതിന്റെ അർത്ഥം അങ്ങ് ചിന്തിക്കാത്തത്? ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തന്നില്ലെങ്കിലും ഒരുപാട് കേട്ട് 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 നിനക്ക് പരിചയമുണ്ടല്ലോ. അൽഹാഖു മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നവന് സ്വർഗമുണ്ട്. പക്ഷേ വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതിയാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ സൂറത്ത് ഓതുമ്പോ കരയണേ സഹാബാ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. കരച്ചൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ സഹാബാ. നിങ്ങളെ സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാഖു മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കരഞ്ഞുകൊണ്ടോതിയാൽ, അത് ഓതുന്ന സമയത്ത് കരയുന്നവനെ പോലെ അഭിനയിച്ചാൽ അല്ലാഹു സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ആർക്കാ സ്വർഗം വേണ്ടത്? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ, നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമാക്ക ചെറുപ്പക്കാരാ. എന്റെ ഉമ്മമാര്, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് നീ നിത്യമാക്കിയ അല്ലാഹുവേ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി മുതൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് ചിന്തിക്കണേടാ പൊന്നുമോരി. യാസീൻ ഓതുമല്ലോ, എന്റെ ചെറുപ്പക്കാരി, യാസീൻ ഓതുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അത് ഓതുന്ന സമയത്ത് നീ ഒരുപാട് ആയത്തുകൾ പേടിക്കേണ്ട ആയത്തുണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് ഞാനൊരു ചരിത്രം പറയാ, എന്നിട്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാ. സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ട് മരിക്കണമെങ്കിൽ ഖുർആനിലെ 2 ആയത്ത് ഓതിയാ മതിയല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാർ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ആ ചെറുപ്പക്കാരന് പടച്ചറപ്പിനെ വല്ലാത്ത പേടിയാ. ആ ചെറുപ്പക്കാരൻ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ.